എന്താ അമ്മേ? ഏയ് ഒന്നുമില്ല, നീ കിടന്നോ. അമ്മ ഇത് എവിടേക്ക് പോവാ? ഹാ, നിന്നോട് കിടന്നോളാൻ പറഞ്ഞില്ലേ? ഞാനിപ്പോ വരാം. തമ്പി സാറിന്റെ മകള് എന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചു. എന്താ കാർത്തിക്, വല്ല കുഴപ്പവും? ഷീസ് വെരി ബ്രില്യൻറ്റ്. ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് ഡോക്ടർ അഭിരാമി ജോയിൻ ചെയ്തപ്പോൾ വെറുമൊരു സാധാരണ ഡോക്ടറുടെ ആതുര സേവനത്തോടുള്ള താല്പര്യമായിട്ടേ എനിക്ക് തോന്നിയുള്ളൂ. ഒരാവേശത്തിന് വന്ന് പെട്ടെന്ന് മടുത്ത് തിരിച്ചു പോകുന്നവരാണ് അധികവും. അവിടെയാണ് അഭിരാമി എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത്. കാരുണ്യമുള്ളൊരു മനസ്സുണ്ട് അഭിരാമിക്ക്. അത് ഞാൻ തിരിച്ചറിഞ്ഞു. ഇങ്ങനെയൊരു മകളുണ്ടായതിൽ അഭിമാനിക്കാം തമ്പി സാറിന്. അഭിമാനത്തെക്കാൾ ആശങ്കയാണ് മോനെ എനിക്ക്. അവളുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായി നിൽക്കുക കാർത്തിക്. അതൊക്കെ ശരിയാവും. അഭിരാമിയെപ്പോലെ ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ്. ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലെ സമാന ചിന്താഗതിയുള്ളൊരു പെണ്ണിനെ. അത് അഭിരാമി തന്നെ ആയാലോ കാർത്തിക്? സർ, വാട്ട് യു മീൻ? റിയലി ഐ മീൻ ഇറ്റ്. ശരിക്കും ഇങ്ങനെയൊരു ഉദ്ദേശം മനസ്സിൽ വെച്ചല്ല ഞാൻ സംസാരിച്ചത്. അറിയാം, എനിക്ക് കാർത്തിക്കിന്റെ ക്യാരക്ടർ ഇഷ്ടമായതുകൊണ്ട് ചോദിച്ചതാ ഞാൻ. ഇങ്ങനെയൊരു പ്രപ്പോസൽ അഭിരാമി സമ്മതിക്കൂ? അറിയില്ല. അവളുടെ മനസ്സിൽ എന്താണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അവള് സമ്മതിക്കുകയാണെങ്കിൽ കാർത്തിക്കിന്റെ ഭാഗത്തു നിന്നും എന്തായിരിക്കും റിയാക്ഷൻ? രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ സമ്മതം പറയും. അഭിരാമിയെ കല്യാണം കഴിച്ചാൽ അതെൻ്റെ ഭാഗ്യം തന്നെ. അവളുടെ സെക്കൻഡ് മാരേജ് ആണ്. സോ വാട്ട്, ഐ ഡോണ്ട് മൈൻഡ് ദാറ്റ്. എന്നാൽ ഞാൻ പ്രൊസീഡ് ചെയ്യട്ടെ? എനിക്ക് താല്പര്യമാണ്. അഭിരാമിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ മാത്രം. വരട്ടെ സർ. ഓക്കെ. രച്ചു, മോളെ രച്ചു, ദേ ഒരു വാടക ഗുണ്ട വിളിക്കുന്നു. ഇങ്ങനെ കളിയാക്കല്ലേ അമ്മേ. എന്നെ ചന്തയിൽ പലരും മീൻകാരിക്കാർത്തൂന്നാ വിളിക്കുന്നത്. ഡോക്ടറെ ഡോക്ടറെ എന്നും സ്കൂൾ ടീച്ചറെ ടീച്ചറെ എന്നുമാ വിളിക്കുന്നത്. അതുപോലെ ഗുണ്ടെ പിന്നെ വേറെ എന്താ വിളിക്കേണ്ടത്? അമ്മേ, വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കണ്ട. ആ നേരാ, സൂക്ഷിക്കണം. ദേഷ്യം വന്നാ ഇവനെങ്ങാനും എന്റെ കൈയും കാലും വെട്ടിക്കളഞ്ഞാലോ. ഇതാരാ എന്നെ രാത്രി കൊണ്ടുവന്ന് പുതപ്പിച്ചത്? ഞാനല്ല, ഇത് അമ്മയുടെ പുതപ്പല്ലേ? പിന്നെ എന്റെ പട്ടി വരൂ എന്നെ പുതപ്പിക്കാൻ. കട്ടെടുത്തോണ്ട് പോയതായിരിക്കും, അതല്ലേ തൊഴില്. നീ ഇങ്ങ് കേറി വാ. വേണ്ട, കേറി വന്നാ ചിലപ്പോ ഈ തള്ളേനെ പുതപ്പിച്ച് കിടത്തും. രച്ചു, ഞാൻ ആ പണിയൊക്കെ നിർത്തി. തെറ്റ് പറ്റിയാ തിരുത്തും. അതാ ഈ രാഘവൻ.
എനിക്ക് രാവിലെ ഒരു ചായ കുടിക്കുന്ന പതിവൊക്കെ ഉണ്ട്. അയ്യോ, ഏട്ടത്തി കൊണ്ടുവന്ന് തന്നില്ലേ? ആഹാ, ഏടത്തിയാണോ എന്റെ കാര്യം നോക്കേണ്ടത്? അല്ല, ഞാൻ തന്നെയാ. പക്ഷേ അതിനെനിക്കൊരു അവസരം കിട്ടണ്ടേ? ഞാൻ അടുക്കളയിലേക്ക് ചെന്ന ആ നിമിഷം ഏട്ടത്തിയുടെ മുഖം കറക്കും. പിന്നെ പാത്രങ്ങൾ എടുത്ത് നിലത്ത് ഊത്തും, ഗ്ലാസുകൾ നിലത്ത് വീഴിക്കും. എന്നോടുള്ള പോരെല്ലാം പാത്രങ്ങളോട് കാണിക്കും. ഈ ഒച്ചയൊക്കെ കേട്ടാ അമ്മയ്ക്ക് ദേഷ്യം വരും. അതുകൊണ്ട് ഞാൻ ഒതുങ്ങി അങ്ങ് മാറും. ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ആരുടെയും കൂട്ടുവേണ്ടല്ലോ. ഏടത്തിക്കേ, ഏട്ടത്തിയുടെ അധികാരങ്ങൾ നീ കൈയടക്കൊന്ന് പേടിയുണ്ടായിരിക്കും അല്ലേ? ആയിരിക്കും. എന്റെ പൊന്നെ, എനിക്കൊരു അധികാരവും വേണ്ട. ഇങ്ങനെ സ്വസ്ഥമായിട്ടങ്ങ് ജീവിച്ചാ മതി. ആ, അനിയേട്ടൻ വിളിച്ചിരുന്നു കേട്ടോ അനന്തു. ആണോ? എന്ത് പറഞ്ഞു? ഒന്ന് വീട് വരെ ചെല്ലാൻ. ആ, ഇതാണ് നിന്റെ ഒരേ ഒരു കുഴപ്പം. ആഴ്ചയിൽ 2 തവണ വീട്ടിൽ പോണം. അതെ, അതൊന്നും പറ്റില്ല. എന്താ അനന്തു ഈ പറയുന്നേ? അനിയേട്ടൻ ഒറ്റയ്ക്കായി പോയില്ലേ? ഞാനല്ലാതെ വേറെ ആരാ അവിടെ കയറി ചെല്ലാൻ? പണ്ടാണെങ്കിൽ അനന്തു വരുമായിരുന്നു. ഇപ്പൊ അതും ഇല്ലല്ലോ. എന്നാ നീ പൊക്കോ. ഓഫീസിൽ നിന്ന് രാത്രി ഞാൻ അങ്ങോട്ട് വരാം. പരാതി ഇനിയും തീർന്നില്ലേ? അല്ല, അങ്ങനെ അനന്തു വരണ്ട. നമ്മൾ ഒന്നിച്ച് പോകുന്നതാ എനിക്കിഷ്ടം. ഭർത്താവിന്റെ കൂടെ ഒരുമിച്ച് വീട്ടിൽ കയറി ചെല്ലാൻ എല്ലാ പെണ്ണുങ്ങളെ പോലെ എനിക്ക് മോഹമുണ്ട്. എന്നാ പിന്നെ അടുത്ത ഞായറാഴ്ച ആവട്ടെ, നമുക്ക് ഒരുമിച്ച് പോവാം. പോവാം. എന്നാലും ഇന്ന് ഞാനൊന്ന് പൊയ്ക്കോട്ടെ. എന്റെ അനിയേട്ടന്റെയും പേരിൽ ജോയിന്റ് അക്കൗണ്ടാ ബാങ്കില്. അതൊന്ന് അനിയേട്ടന്റെ പേരിലേക്ക് മാറ്റി കൊടുത്താൽ മാത്രം മതി. ഇന്ന് ബാങ്കിൽ ചെല്ലാന്ന് പറഞ്ഞു അനിയേട്ടൻ. ഇന്നേ ബാങ്കിലേക്ക് ചെല്ലാന്ന് പറഞ്ഞു അനിയേട്ടൻ. ആണോ? എന്നാ പിന്നെ പോയിട്ട് വാ. ഇന്ന് തന്നെ വരുമല്ലോ അല്ലേ? നാളെ വന്നാ പോരെ? കൊള്ളാം. എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കുന്നേ. ഞാൻ ചായ എടുത്തിട്ട് വരാമേ. അമ്മേ, ഞാനും ഇറങ്ങാൻ തുടങ്ങുക. അമ്മയെ ചന്തയിൽ ഞാൻ ഇറക്കാം. എനിക്ക് റോഡിൽ ചെന്നാ ബസ് കിട്ടും. ഞാൻ പോകുന്നുണ്ടല്ലോ, പിന്നെന്തിനാ ബസ്? ഞാൻ കണ്ട കള്ളന്റെയും കൊലപാതകയുടെ ഒന്നും വണ്ടി കയറാറില്ല. അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ എല്ലാം? പറഞ്ഞു എന്ന് വെച്ചാ ചെയ്ത തെറ്റുകളൊക്കെ ഇല്ലാതാവൂ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ അമ്മേ, ഒന്ന് ക്ഷമിച്ചൂടെ? നീ മിണ്ടിപ്പോരുത്. നീ ആരാടി? മഹാത്മാഗാന്ധിയോ? അങ്ങേരാണെങ്കിൽ പോലും കൊല്ലാൻ വരുന്നവനോട് വേദം ഓർത്തില്ല. നിന്റെ ശവം കാണാൻ നിന്നവനാ ഇവൻ. ഇവനെന്റെ മോനൊന്നുമല്ല, ഏതോ കോട്ടുപിശാച. എന്നിട്ട് അമ്മയെ വണ്ടിയെ കയറ്റാൻ വന്നിരിക്കുന്നു. അമ്മേ, ക്ഷമ ചോദിക്കാനല്ലാതെ എനിക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? പറ്റണോടാ. നീ കാരണം കണ്ണീര് കുടിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. എന്നോടല്ല, അവിടെ ചെന്ന് അവരോടാ ക്ഷമ ചോദിക്കേണ്ടത്. എന്താ പറ്റുമോ നിനക്ക്? അവരൊക്കെ നിന്നോട് ക്ഷമിച്ചാ ഞാനും ക്ഷമിക്കാം. വസന്തേ, ഞാൻ കാത്തു വെക്കുകയായിരുന്നു. എന്തിന്? നല്ല തല്ലുകൊണ്ടിട്ടുണ്ടോ താൻ? തല്ലിയാലും എനിക്കൊരിഷ്ടം ബാക്കി കിടക്കും. എന്താ? എനിക്കും ഇല്ലേ ഒരു ഹൃദയം? ഞാനത് വസന്തയ്ക്ക് തരട്ടെ? അയ്യേ, എനിക്ക് കണ്ടൂടെ തന്നെ. ആ ഏലസിങ് തരുന്നുണ്ടോ? അതെന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. മര്യാദയ്ക്ക് ആ ഏലസിങ് തരാനാ പറഞ്ഞേ. അത് മാത്രം വസന്ത എന്നോട് ചോദിക്കരുത്. ആഹാ, എന്നെ അഴിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. അയ്യോ, ആ ഏലസ് എവിടെ പോയി? എങ്ങും പോയില്ല, ഞാനത് അഴിച്ച് അരയിൽ കെട്ടി. അയ്യേ, വൃത്തികെട്ടവൻ. വസന്തേ, നിക്ക് വസന്തേ, ഞാനും വരുന്നു. രാഘവ, ആനന്ദ് സാറ് പറയുന്നതൊക്കെ ശരിയാ രാഘവ. എന്റെ ജീവൻ അപകടത്തിലാണെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ അതിനുവേണ്ടി ഈ പറയുന്നത് പോലെ അഭിനയിക്കാനൊന്നും എനിക്കറിയില്ല. പക്ഷേ
ഇതല്ലാതെ വേറെ നിവർത്തിയില്ല ബാലാമണി. നീ വിചാരിക്കുന്നതിലും ഒരുപാട് ശക്തരാ നിന്റെ ശത്രുക്കള്. ഞാനല്ലെങ്കിൽ മറ്റൊരാള് എത്ര ലക്ഷം വേണമെങ്കിലും മുടക്കും നിന്റെ മരണത്തിന് വേണ്ടി അവര്. എനിക്കൊന്നും അറിയില്ല. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെ വരുന്നത് വരട്ടെ. എനിക്കൊന്നിനും വയ്യ. ബാലെ, ഇപ്പോ ബാലാമണി എന്തെങ്കിലും ചെയ്യുന്നത് ബാലാമണിക്ക് വേണ്ടി മാത്രമല്ല, ബാലാമണിയുടെ കുഞ്ഞിനും കൂടി വേണ്ടിയാ. നിനക്കെന്തെങ്കിലും സംഭവിച്ചാ നിന്റെ കുഞ്ഞും കൂടി ഇല്ലാതാവില്ലേ? ഞാനിപ്പോ എന്ത് വേണമെന്നാ രാഘവൻ പറയുന്നത്? ഞാനല്ല, ആനന്ദ് സാർ എല്ലാം പറയും. സാറ് പറയുന്നത് പോലെ പ്രവർത്തിച്ചാൽ മതി. ഇന്ന് രാത്രി കൊണ്ട് എല്ലാം അവസാനിപ്പിക്കണം. ഇവൾക്കെന്താ ഇവിടെ നിന്ന് ഇത്രയ്ക്ക് സംസാരിക്കാൻ? അവര് തമ്മിലൊരു ഇഷ്ടമുണ്ടെന്നാ എന്റെ തോന്നല്. രാഘവന്റെ ആ മർക്കടമുഷ്ടിയും ദേഷ്യവും ഒക്കെ പോയി. അതെ, ഞാനൊരു 4-4:30 കൂടി വരാം. ബാലാമണി റെഡിയായിരിക്കണം. നമുക്ക് ഒരുമിച്ച് പോവാം. പിന്നെ തൽക്കാലം അമ്മയോടൊന്നും പറയണ്ട. നീ ഇതെവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അഴകത്ത് ഇത്രയും വലിയ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവന്ന പെങ്കൊച്ച എന്റെ ഇടിഞ്ഞു പൊളിഞ്ഞ കൂരെ വന്ന് താമസിക്കുന്നത്. ആ ഇതാ വിധി എന്ന് പറയുന്നത്. മത്തി, അയല, ചാള, ചൂര, മീനെ, നല്ല പിടയ്ക്കണ ചാളകള്. ഇത് അനന്തു, എന്റെ അനിയനാ. ബാലാമണിയുടെ ഭർത്താവ് ഇവനായിരുന്നു. ദുഷ്ടനാ അല്ലേ മോനെ? ഓ, അപ്പൊ ഇവനാ ആ ദുഷ്ടൻ. എന്താ നിങ്ങളിങ്ങനെ മിഴിച്ചു നോക്കുന്ന? ഏയ്, നല്ല പിടക്കണ മീനുകളുണ്ട്. മത്തി, അയല, ചൂര. ഇങ്ങനെ വൃത്തിയില്ലാതെ കൊണ്ടുവരുന്ന മീനൊന്നും ഇവിടെ വാങ്ങിക്കാറില്ല. ആ പിന്നെ ഒരു വൃത്തിക്കാരൻ. ചത്ത് ഫ്രീസറിൽ ഇരിക്കുന്ന മീനുകൾ തിന്നാനേ നിനക്കൊക്കെ യോഗമുള്ളൂ. നിങ്ങളൊന്ന് മാറിക്കേ, എനിക്ക് വണ്ടി എടുക്കണം. മാറ്. ഒരവലക്ഷണമാണല്ലോ ഇറക്കാൻ നിന്റെ മുഖത്ത്. മാറിയില്ല ആളെ, മാറാൻ. രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുക. മഹാലക്ഷ്മി പോലത്തെ ഒരു പെങ്കൊച്ചിനെയും കളഞ്ഞിട്ട് നടക്കുക. നാണം കെട്ടവൻ. ആരാ? ഇതാണ് ഏട്ടത്തി മൈഥിലി. കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടെങ്കിലും ആളൊരു പാവാ, ശുദ്ധഗതിക്കാരി. പക്ഷെ വർത്തമാനം പറഞ്ഞ് വെറുപ്പിക്കും. ഇതെന്താ ഈ തള്ള ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? അയ്യോ, നിന്റെ സൗന്ദര്യം ഒന്ന് കാണുകയായിരുന്നടി പെണ്ണെ. പക്ഷേ പോരാ. ഏയ്, നിങ്ങൾ ഇത് എങ്ങോട്ട് കയറി പോവാ? ഇറങ്ങ, പുറത്തിറങ്ങ. ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണട്ടടി പെണ്ണെ. ഞങ്ങള് പാവങ്ങൾക്ക് കാണാൻ മാത്രമല്ലേ പറ്റത്തുള്ളൂ. ഇത്രയും വലിയ വീട്. അയ്യോ, വീടൊന്നും കാണാൻ പറ്റത്തില്ല. ഇറങ്ങിപ്പോയേ. ഇവിടെ ഞങ്ങള് വലിയ വലിയ ആൾക്കാരെ താമസിക്കുന്നേ. ഈ മീൻ ഉളുമ്പ് നാടന്ന് നിങ്ങളൊന്നും അകത്തേക്ക് കയറി പോണ്ട. ദൈവത്തിന്റെ മുമ്പിൽ എല്ലാരും ഒരുപോലെ അടി കൊച്ചേ. പിന്നെ മീന്റെ മണം അത്രയ്ക്ക് മോശമൊന്നുമല്ല. ദേ, നീ ഇതൊന്നും അങ്ങോട്ടൊന്ന് പിടിച്ചു വയ്ക്ക. കുറച്ചു നേരം ഒന്ന് പിടിച്ചോണ്ട് എടുത്തേ. താഴെ ഇടരുത്, എന്റെ ചോറാത്. ഓ പിന്നെ നിങ്ങൾ മീൻ കൊഴിച്ചല്ലേ ചോറുണ്ടെന്നേ. ഇത് കൊണ്ട് പോകുന്നുണ്ടോ ഇവിടുന്ന്? എന്താ ഇവിടെ? എന്റെ അമ്മ
അഴകത്തെ അധികാരിയായ അഭിമാനിയായ എൻ്റെ അമ്മ. ആർക്കു മുമ്പിലും തലകുനിച്ചിട്ടില്ല ഇതുവരെ. എന്താടി ഇത്? ഇവരേതാ ഈ സ്ത്രീ? ആവോ, എനിക്കറിയാവോ. പിന്നെ നീ എന്തിനീ ചെരുവും തലയെ പിടിച്ചോണ്ട് നിൽക്കുന്നേ? ആ, അത് ശരിയാണല്ലോ. ഇതല്ലേ അഴകത്തമ്മ? അയ്യോ, എന്നാ ഒരു ഐശ്വര്യ ആ മുഖത്ത്. ഈ പെണ്ണിനൊന്നും അത് കിട്ടാത്ത തന്നെ. നിങ്ങളിപ്പോ എന്റെ ഐശ്വര്യം നോക്കാൻ വന്നതാണോ? ഇറങ്ങി പോതല്ലേ. ദേ ചുമ്മാ പിടക്കാതെ വച്ചേ. ഞാൻ ഈ അമ്മയെ കാണാൻ വന്നതാ. എന്നെ നിങ്ങൾ എന്തിനാ കാണുന്നത്? അല്ല, ഓരോ കൊച്ചു വർത്താനം പറയാം. അമ്മ ഇവർക്ക് ഭ്രാന്താന്നാ തോന്നുന്നേ. ഭ്രാന്ത് നിന്റെ അച്ഛന്. അമ്മേ, ചുമ്മാ കയറി വന്ന് എന്റെ പപ്പയ്ക്ക് വിളിക്കുന്നു. ഇവരെ ഒലക്കെടുത്ത് അടിക്കട്ടെ. നീ ഒന്നും മിണ്ടാതിരിക്കൂ. എനിക്കേ അഴകത്തമ്മയോടാ സംസാരിക്കേണ്ടത്. അഴകത്തമ്മയ്ക്ക് എന്നെ അറിയത്തില്ലല്ലോ. ഞാൻ എങ്ങനെ നിങ്ങളെ അറിയാനാ? ആ നേരെ. പക്ഷേ ഒരു പേര് പറഞ്ഞാ അറിയാം. ആ ചെവി ഇങ്ങോട്ടും തന്നെ. വിടും നിങ്ങൾ എന്നെ. ഇങ്ങോട്ട് വന്നേ. എന്താ നിങ്ങൾ കാണിക്കുന്നേ? എന്താ ഇത്? ഞാനൊന്ന് പറയട്ടെ. എന്താ? പറ. ബാലാമണി. എന്റെ കൂടെ ഉണ്ട്. എന്റെ വീട്ടിൽ നിങ്ങൾ വന്നേ. എന്താ അമ്മ ഇവര് പറഞ്ഞത്? ഒന്നുമില്ല, നിങ്ങൾ വാ. നീ ഇവിടെ തന്നെ നിന്നാ മതി. പറ, എവിടെയുണ്ട് ബാലാമണി? ബാലാമണി എന്റെ കൂടെ തന്നെ ഉണ്ട് അഴകത്തമ്മേ. എന്റെ വീട്ടില്, എന്റെ മക്കളുടെ കൂടെ. സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാ. എന്നാലും എന്റെ മക്കളെ പോലെ തന്നെ എന്റെ കൂടെ തന്നെ ഉണ്ട് ബാലാമണി. നേരാണോ? സത്യ. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? പാവങ്ങളാണേലും കള്ളം പറയത്തില്ല. എന്റെ വീട്ടിലുണ്ടവള്. പൊന്നുപോലത്തെ ഒരു കൊച്ചാത്. മതി, എനിക്ക് ഇത്രയും അറിഞ്ഞ മതി. ഇത്രയും നാളും ചങ്കിലിരുന്ന് കത്തിയ ഒരു തീ അങ്ങ് കെട്ടു. അയ്യോ, എന്നെ അങ്ങനെ തൊടല്ലേ അഴകത്തമ്മേ. മീനുളുമ്പ് നാറും. ഓ, എന്നാ പിന്നെ അങ്ങ് നാറട്ടെ. അയ്യേ, ഞാനിത് എന്താ ഈ കാണുന്നേ? ശരാ, ഇങ്ങനെയൊക്കെ സ്നേഹിക്കപ്പെടേ എനിക്കങ്ങ് കരച്ചിലടക്കാൻ മേല. ഇപ്പൊ എന്നോട് ലോകത്തെ ഏറ്റവും വലിയ ആളാരാണെന്ന് ചോദിച്ച എന്റെ അടുത്ത് നിൽക്കുന്നു പറയും ഞാൻ. ഇതെന്തൊക്കെയാ കാണിക്കുന്ന? എന്റെ കൂടെ വാ, വാ, വാ. ഇതെങ്ങോട്ടാ? നീ അകത്ത് പോ. വാ, ഇരിക്കെ. ഇവിടെ ഇരിക്കെ. അയ്യോ വേണ്ട, ഞാനേ ഈ നിലത്തെങ്ങാനും ഇരുന്നോളാം. പറയുന്നത് അനുസരിക്കുന്നുണ്ടോ നീ? എവിടെ ഇരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇരിക്കെ. എന്താ വരുന്നേന്ന് കാണാലോ. ഇരിക്കെ. നീയില്ലായിരുന്നെങ്കിൽ എന്റെ മോള് തെരുവിൽ കിടന്ന് അലഞ്ഞേനെ. ദൈവം പറഞ്ഞു വിട്ടതാ നിന്നെ. അതെന്തോര സ്നേഹമുള്ള ഒരു കൊച്ചഴകത്തമ്മേ. അതിന് ഈ ഗതി വന്ന് തോർക്കുമ്പോഴാ. എന്നിട്ടും അവൾ ഒരു കാര്യവും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ അടുത്ത ദിവസമാണ് ഞാനെല്ലാം അറിയുന്നത്. അവള് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഈ വീട്ടിലേക്ക് കാർത്തു വന്നത്? അത് ഞാനിവിടെ വന്നു എന്നും
ഞാനാണ് അമ്മയുടെ അടുത്തേക്ക് കാർത്തു വെച്ച് പറഞ്ഞു വിട്ടെന്നൊന്നും തൽക്കാലം അറിയണ്ട. യാദൃശികമായിട്ട് കാർത്തു വെച്ച് വീട്ടിലെത്തി ബാലാമണിയെ കുറിച്ച് പറഞ്ഞായിട്ട് തോന്നിയാൽ മതി അമ്മയ്ക്ക്. മോൻ പറഞ്ഞു വിട്ടാണെന്ന് അറിഞ്ഞാൽ എന്താ കുഴപ്പം? ഏയ് അത് വേണ്ട. ഞാൻ അറിഞ്ഞു എന്ന് അമ്മ അറിഞ്ഞ ഉടനെ ഉണ്ണിയാമിയായിട്ട് അമ്മ ഇങ്ങോട്ട് വരും. ബാലാമണിക്ക് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറത്തായിരിക്കും അത്. എന്ന് മാത്രമല്ല, ബാലാമണി എവിടെയുണ്ടെന്ന് ഇപ്പോൾ അവരറിയാതിരിക്കുന്ന നല്ലത്. ആരാണ് യഥാർത്ഥ ശത്രുക്കളെന്ന് തിരിച്ചറിയണം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെൻ്റെ സ്വകാര്യമായൊരു അഹങ്കാര. എല്ലാം എൻ്റെ ഒന്നും സഹായമില്ലാതെ സ്വയം കണ്ടുപിടിച്ചു എന്ന് അമ്മയ്ക്ക് തോന്നണം. ആ അഭിമാനം അമ്മയുടെ മുഖത്ത് എനിക്ക് കാണണം. സത്യത്തിൽ ഇതാ അഴകത്തമ്മയുണ്ടായത്. ഈ മുഖത്ത് നോക്കി കള്ളം പറയാൻ എനിക്ക് കഴിയില്ല. എന്തൊരു നല്ല മോനാ അത്. ഓ, അവനപ്പോ അമ്മയെ ജയിക്കാൻ വിട്. പറഞ്ഞതേതായാലും നന്നായി. അയ്യോ, ഞാൻ പറഞ്ഞു എന്നാ കൊച്ചറിയല്ലേ. ഞാൻ ചതിച്ചു എന്ന് തോന്നത്തില്ലയോ? ഇതൊക്കെ ഒരു ചതിയാണോ കാർത്തു? മക്കളെ അങ്ങനെ നമ്മളെക്കാൾ വലുതാക്കാൻ പാടുണ്ടോ? എനിക്കറിയാവുന്നതെല്ലാം ഞാൻ ദേ ഈ മുഖത്ത് നോക്കി പറഞ്ഞു. ഇനിയൊക്കെ എന്താ വേണ്ടതെന്ന് അവിടും തീരുമാനിച്ചു. തീരുമാനിക്കും. എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാവും.